പ്രൊഫഷണൽ കോഴ്സ് മേൽനോട്ട സമിതി നിയമനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിൽ തർക്കം. ആരോഗ്യവകുപ്പിനോട് ആലോചിക്കാതെ മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് കെ പി ബാലചന്ദ്രനെ സമിതി അധ്യക്ഷനായി നിയമിച്ചതിലാണ് അഭിപ്രായ വ്യത്യാസം. സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മേൽനോട്ട സമിതി ഇതിന് ഏതെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ തമ്മിൽ സെറ്റ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാര്യമായിട്ടുള്ള സംസാരിച്ചിരുന്നോ? ഞങ്ങൾ എന്നും സംസാരിക്കാം, ഈ വിഷയം സംസാരിച്ചിരുന്നു, എല്ലാ വിഷയവും സംസാരിക്കാം. എന്താ അപ്പോൾ ഇതിലൊരു തീരുമാനം ആവാറായിട്ടുണ്ടോ? എന്താണ് ഇതിൽ ശരിക്കും മുരളീധരന്റെ നിലപാട് എന്താണ് ശരിക്കും ഇതിൽ? നിലപാട് അത്ര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ മുരളീധരൻ എല്ലാ കാര്യം ചോദിക്കുന്നത് ഈ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ആശങ്ക എന്താ വെച്ചാൽ ഒരു ആശങ്കയില്ല. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ചില പ്രശ്നങ്ങളുണ്ട് എന്ന് എന്തായാലും മന്ത്രി പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് കെ മുരളീധരൻ. സുജീഷ്, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് പ്രശ്നങ്ങൾ മാറി എന്നുള്ളതായിരുന്നു ഒരു ഘട്ടത്തിൽ സൂചനകൾ. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിരാതെ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണെന്ന് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശനവും ഫീസ് നിർണയവും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പുമായി ആലോചിക്കാതെ അതിനുവേണ്ടിയുള്ള സമിതിയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തർക്കം ഉടലെടുക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള അതിർത്തി കെ മുരളീധരൻ മുഖ്യമന്ത്രി അടക്കം അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫീസ് നിർണയത്തിനുള്ള സമിതി ഇത് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറിയ പങ്കും ആരോഗ്യ മേഖലയിലാണെന്നിരിക്കെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ ഈ കാര്യം ചൊടിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുരളീധരനെ രാവിലെ കാണുകയും പ്രതികരണം തേടുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. മേൽനോട്ട സമിതി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എല്ലാം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മാനേജ്മെന്റുകൾ ഫീസിന്റെ കാര്യത്തിൽ ധാരണ പാലിക്കാറില്ല, അതുകൊണ്ട് അവർക്ക് സഹായം ചെയ്യേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ആരോഗ്യവകുപ്പിനെ കൂടി അറിയിച്ച് നടപ്പിലാക്കേണ്ട തീരുമാനം ഏകപക്ഷീയമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടതിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അതിർത്തി പ്രകടമാക്കുന്നത്. ഈ മുൻ ലോകായുക്ത അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് കെ പി ബാലചന്ദ്രന്റെ നിയമനത്തെ ചൊല്ലിയാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാറിയ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. രുജീഷ്. ശരി ലെവിൻ.